സേമിയ പായസം കുടിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ടോഫി ചേർത്തിട്ടുള്ള സേമിയ പായസം അതൊരു ഒന്നൊന്നര പായസമാണ്. കുടിക്കാത്ത എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് കുടിച്ചു നോക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ടോഫി ഉണ്ടാക്കുന്നത് ഒരു ഈസി മെത്തേഡാണ്. നമുക്കൊരു 5 മിനിറ്റ് സമയമുണ്ടെങ്കിൽ ടോഫി ഉണ്ടാക്കിയെടുക്കാം. പ്രഷർ കുക്കറിൽ 1 മണിക്കൂർ വേവിച്ചിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോഫി ഉണ്ടാക്കി അത് വെച്ചിട്ട് ഒരു അടിപൊളി സേമിയ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ലിറ്റർ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് തിളച്ച് വരണം. അപ്പോൾ നമ്മളിന്ന് 1 കപ്പ് സേമിയ വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് സേമിയക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ലിറ്റർ പാലാണ്. ഇത് നല്ല പാകത്തിനുള്ള ഒരു പായസമാണ്. അധികം തിക്കായിരിക്കില്ല, എന്നാൽ കൂടുതൽ ലൂസായിട്ടും ആയിരിക്കില്ല ഉണ്ടാവുക. നല്ല പാകത്തിലുള്ള ഒരു സേമിയ പായസമാണ്. അപ്പോൾ നമ്മൾ 1 കപ്പ് സേമിയക്ക് 2 ലിറ്റർ പാൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് തിക്നെസ്സിൽ കിട്ടും. അപ്പോൾ ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എൻ്റെ കയ്യിലുള്ളത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ്. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. അല്പം തടിയുള്ള സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേരിയ സേമിയ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്കെപ്പോഴും സേമിയ പായസത്തിന് ഇഷ്ടം ഈ കുറച്ച് തടിയുള്ള സേമിയ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സേമിയ വെച്ചിട്ട് ഇത് ചെയ്യാം. ഇനി നമുക്ക് സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. സേമിയ വറുക്കുന്ന സമയത്ത് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, എങ്കിൽ സേമിയയുടെ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു 5 മിനിറ്റ് സമയം മാത്രമേ, ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് സമയം മാത്രമേ ആവശ്യമുള്ളൂ ഈ സേമിയ നന്നായിട്ട് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ റോസ്റ്റ് ചെയ്ത് ചെറിയൊരു പിങ്ക് കളറായി വരുന്ന സമയം മാത്രം വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ സേമിയയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ചെറിയൊരു പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത്രയും റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സേമിയ നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ച പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് തിളച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പാലിവിടെ നന്നായിട്ട് തിളച്ച് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് പാലൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സേമിയ വറുക്കാൻ ഉപയോഗിച്ച നെയ്യോട് കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കുക. മുഴുവൻ സേമിയയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സേമിയ പാലിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സേമിയ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സേമിയയുടെ ഒരു 75% വരെയൊക്കെ വെന്തതിന് ശേഷം മാത്രമേ ഇതിൽ പഞ്ചസാര ചേർക്കാവൂ. ആദ്യമേ തന്നെ പഞ്ചസാര ചേർത്താൽ പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല. ഇപ്പോൾ സേമിയ കുറേയൊക്കെ വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളൊക്കെ വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർക്കുന്നത്. കാരണം നമ്മളിതിൽ ടോഫിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 3/4 കപ്പ് പഞ്ചസാര മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചെറിയ മധുരം പായസത്തിന് മതി എന്നുള്ളവർ ഒരു 1/2 കപ്പ് വരെയൊക്കെ ചേർക്കാവൂ. നല്ല മധുരം വേണമെന്നുള്ളവർ മാത്രമേ 3/4 കപ്പ് ചേർക്കേണ്ടതുള്ളൂ. അപ്പോൾ പായസത്തിൽ പഞ്ചസാര ചേർത്തിട്ട് പഞ്ചസാരയും പായസമൊക്കെ കൂടി നന്നായിട്ട് മിക്സായി ഒന്നുകൂടി നന്നായിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ടോഫി ഉണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ടോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഈ പാനിലേക്ക് ചേർത്തിരിക്കുകയാണ്. പഞ്ചസാര ഇതുപോലെ പാനിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് സ്പൂൺ ഇട്ടിട്ടൊന്നും ഇളക്കണ്ട. പഞ്ചസാര മെൽറ്റായി തുടങ്ങുന്നത് വരെ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ തീ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. പഞ്ചസാര ഇവിടെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര മുഴുവൻ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കളറ് നന്നായിട്ടൊന്ന് മാറി വരണം. പഞ്ചസാരയുടെ കളറൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്.
നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ഡാർക്ക് ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇനിയും വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രൗൺ കളറായിട്ട് ഇതിന് കയ്പ്പ് വരും. അതുകൊണ്ട് ഇനി ഇത് കൂടുതൽ സമയം വെച്ചിരിക്കേണ്ട. ഇനി പാൻ അല്പം അടുപ്പത്തുനിന്ന് ഇതുപോലൊന്ന് പൊക്കി പിടിക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഈ പഞ്ചസാരയിലേക്ക് ചേർക്കുന്നുണ്ട്. അടുപ്പത്തുനിന്ന് അല്പം പൊക്കി പിടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. ചൂടൊരല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഈ മിൽക്ക് മെയ്ഡ് നമ്മൾ കാരമലൈസ് ചെയ്ത പഞ്ചസാരയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ടോഫി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണം. കുറേ സമയം പ്രഷർ കുക്കറിലിട്ട് വേവിച്ച് എന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് ഒരുപാട് സമയം എടുക്കും. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ടോഫി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ടോഫി ഇനി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പായസമൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, മുഴുവനായിട്ടും വെന്തിട്ടുണ്ട്. ഇനി ടോഫി മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവൻ ടോഫിയും ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ടോഫി ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ഭംഗിയുള്ളൊരു കളറായി വന്നിട്ടുണ്ടാവും. കാണാൻ നല്ല ഭംഗിയാണ് ഈ കളറ്. അതേപോലെ തന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു മണവും വരും. നമുക്ക് അപ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നൊരു മണവും കൂടി കിട്ടും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് നെയ്യിലൊന്നും വറുത്തിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ചേർത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ വറുത്തിട്ട് ചേർക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ചൂട് പായസത്തിൽ ഇടുമ്പോഴേക്ക് തന്നെ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നെയ്യിൽ വറുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് വിളമ്പാം. ഇതിൽ ചേർത്തിരിക്കുന്ന കശുവണ്ടി മുന്തിരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചൂട് പായസത്തിൽ ചേർത്തുകൊണ്ട് തന്നെ അതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടോഫി സേമിയ പായസമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ആർക്കും ഇഷ്ടാവാതിരിക്കില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്